ഹലോ! നിദ്ര ടോക്സിലേക്ക് എല്ലാവർക്കും വലിയൊരു സ്വാഗതം. കാറ്റത്തെ കിളിക്കൂടിൻ്റെ പുതിയ വിശേഷം കണ്ടാലോ? അങ്ങനെ നമ്മൾ സുഭാഷേട്ടന് വേണ്ടിയിട്ട് സുനന്ദയെ പെണ്ണ് ചോദിക്കാൻ പോയത് നമ്മൾ സുഭാഷേട്ടൻ എന്തായാലും അറിഞ്ഞ് സുഭാഷേട്ടൻ ആ കാര്യത്തിൽ നന്നായിട്ട് പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അനിയന്മാരോട്. നിധിയോട് മാത്രം ഒന്നും പ്രത്യേകിച്ച് പറയാതെ ഇരിക്കുന്നു കേട്ടോ. നിധിയുടെ തീരുമാനത്തിൻ്റെ പുറത്താണ് അവരെല്ലാവരും ഇറങ്ങി പുറപ്പെട്ടത്. ഈ കല്യാണമെങ്കിലും ഒന്ന് നടക്കട്ടെ, പിന്നെ സുനന്ദയുടെ മനസ്സിലാണെങ്കിലും സുഭാഷേട്ടൻ്റെ മനസ്സിലാണെങ്കിലും രണ്ടാൾക്കും പരസ്പരം സ്നേഹമുണ്ട്. അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി അവർ വിവാഹം കഴിക്കുന്നതല്ലേ നല്ലതെന്ന് വിചാരിച്ചിട്ടാണ് നിധി ഈ മുൻകൈ എടുത്തത്. പക്ഷെ സംഗതി എന്തായാലും പ്രശ്നമായിട്ടുണ്ട്. ലളിതയ്ക്കാണെങ്കിലും ഗംഗാധരനാണെങ്കിലും ഒന്നും ഇതിനോട് തീരെ താല്പര്യമില്ല. അവരുടെ വീട്ടുകാരെ നല്ല രീതിയിൽ ഇവരെ ആട്ടി ഇറക്കിയിട്ടുണ്ട് അവിടുന്ന്. അപ്പോൾ ആ ഒരു ഹാങ് ഓവറിലാണ് കേട്ടോ ഇവരിപ്പോൾ നിൽക്കുന്നത്. എന്തായാലും സുഭാഷ് ഏട്ടനോട് പോയിട്ട് നമ്മളെ നിധി സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും സുഭാഷ് ഏട്ടനോട് ഒരു വാക്ക് പോലും ചോദിക്കാതെയാണ് ഇവർ ഈ തീരുമാനം എടുത്തത്. അവരോട് പോയിട്ട് സോറിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഭാഷ് ഏട്ടനാണെങ്കിൽ എല്ലാം മനസ്സ് തുറന്ന് പറയുന്നുണ്ട്, എനിക്ക് സുനിതയെ ഇഷ്ടമാണ്, പക്ഷെ ഇതൊന്നും ഒരിക്കലും നടക്കാൻ പോണില്ല. എനിക്ക് എൻ്റെ അനിയന്മാരും ഒക്കെയാണ് വലുത്, അല്ലാതെ ഞാൻ പ്രശ്നമൊന്നും ഉണ്ടാക്കിയിട്ട് ഒന്നിനും ഇറങ്ങൂല എന്നൊക്കെയുള്ള രീതിയിൽ സംസാരിക്കുന്നുണ്ട് നമ്മൾ സുഭാഷ് ഏട്ടൻ. അപ്പോൾ നമ്മുടെ നിധി സോറി പറയുമ്പോൾ, നീ സോറി ഒന്നും പറയണ്ട, ഞങ്ങളാണ് സോറി പറയേണ്ടത്. കാരണം ഞങ്ങൾക്ക് വേണ്ടി നീ ഈ വീട്ടിൽ നിൽക്കുന്നതിന് ഞങ്ങൾക്ക് എത്രയോ സന്തോഷമാണ്. അപ്പം ഇങ്ങനെ ഒരാൾ വീട്ടിൽ നിന്ന് ഞങ്ങളെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഞങ്ങളങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ അതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ഈ വീടിനെ ഒരു വീടായിട്ട് ഒരു മനുഷ്യന്മാരും ഇതുവരെ കണ്ടിട്ടില്ല. പുറമക്കാരൊക്കെ ഇതിനെ വീടായിട്ടല്ല കാണുന്നത്. പശുക്കൾ വൈകുന്നേരം തൊഴുത്തിലേക്ക് കിടക്കാൻ പോവില്ല, അങ്ങനത്തെ ഒരു 4 ആൾക്കാരായിട്ടാണ് ഇവിടുത്തെ ആൾക്കാർ കാണുന്നത്. അപ്പോൾ ഇതിനെ ആദ്യമായിട്ടൊരു വീടായിട്ടും വീട്ടിലെ മനുഷ്യന്മാരായിട്ടും കണ്ടത് നീയാണ്. അപ്പോൾ നിന്നോടാണ് ഞങ്ങൾ അങ്ങോട്ട് കടപ്പെട്ടിരിക്കുന്നതെന്നൊക്കെ നമ്മുടെ സുഭാഷ് ചേട്ടൻ ഇങ്ങനെ പറയാൻ കേട്ടോ. അപ്പോൾ എന്തായാലും ലാസ്റ്റ് സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്, നിങ്ങൾക്ക് എൻ്റെ കല്യാണമാണ് വിഷയമെങ്കിൽ ഞാൻ അന്ന് പോയി കണ്ടില്ലേ ആ ജ്യോതിയെ ഞാൻ കല്യാണം കഴിച്ചോളാം, അല്ലാതെ എനിക്ക് വേണ്ടി ആരും ഒന്നും കേൾക്കാൻ നിൽക്കരുത്. പിന്നെ അതുപോലെ തന്നെ ആ കുട്ടി എന്നെ വിളിക്കാറുണ്ടായിരുന്നു, ഇപ്പോൾ 3-4 ദിവസമായിട്ട് എന്നെ വിളിക്കാറില്ല, ചിലപ്പോൾ ഞാൻ അങ്ങോട്ട് വിളിക്കാഞ്ഞിട്ടാവൂലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ നിധി ഒന്നും കൂടി അത് ആലോചിക്കുന്നുണ്ട് കേട്ടോ. കാരണം സുഭാഷ് ചേട്ടൻ ഇതൊന്നും അറിഞ്ഞിട്ടില്ല. ആ പെൺകുട്ടി വിളിച്ചിട്ട് ഇത് വേണ്ടാന്നും താല്പര്യമില്ല എന്ന് പറഞ്ഞതും അതിൻ്റെ പുറത്താണ് നമ്മൾ സുനന്ദയെ വിവാഹം ആലോചിച്ചതെന്നൊന്നും നമ്മുടെ സുഭാഷ് ചേട്ടൻ കാര്യം അറിഞ്ഞിട്ടില്ല. അപ്പോൾ ഈ ഒരു സംഭവം ഹരീഷിനോടും നികേഷിനോടും സുധീഷിനോടൊക്കെ പറയാൻ വേണ്ടിയിട്ട് നമ്മളെ നിധി പോവാണ് കേട്ടോ. കാരണം എന്തായാലും സുഭാഷ് ചേട്ടനെ അറിയിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയുന്നുണ്ട്. എന്തായാലും ഇനി നമുക്ക് സുഭാഷ് ചേട്ടന് വേറെ ഒരു പെണ്ണ് ആലോചിക്കുക എന്നുള്ളൊരു തീരുമാനത്തിൽ നിധി വീണ്ടും എത്തുന്നുണ്ട് കേട്ടോ. അവിടെ സുനന്ദയുടെ കല്യാണം നടക്കുന്ന അതേ ദിവസം തന്നെ ഇവിടെ നമ്മളെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടക്കണമെന്ന് ഹരീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പം നിധി ആണെങ്കിൽ പറയുന്നുണ്ട്, എനിക്ക് ഇഷ്ടപ്പെട്ടൊരു 3 പ്രൊഫൈലും കൂടെ അന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് മാട്രിമോണിയിൽ, അത് നമുക്ക് ഒന്നുകൂടി നോക്കിയാലോ എന്ന് പറഞ്ഞിട്ട് ഈ 3 കുട്ടികളെ ഫോട്ടോ ഒക്കെ ഇവർക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കുട്ടീൻ്റെ ഫോട്ടോ കാണിച്ചിട്ട് ഇത് മഞ്ജു ആണ്, എന്തോ ജോലി ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവർക്ക് ഇൻട്രസ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ട് മെസ്സേജ് അയച്ചാലോ എന്ന് പറഞ്ഞിട്ട് നമ്മളെ നിധി അവിടെ നിന്ന് എണീറ്റ് പോവുക കേട്ടോ. ആ എണീറ്റ് പോയ ഉടനെ തന്നെ നമ്മുടെ സുധീഷും അവിടുന്ന് എണീറ്റ് പോവുകയാണ്. എന്നിട്ട് നിധിയോട് പോയിട്ട് പറയാണ്, താൻ ഈ വീടിന് വേണ്ടിയിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട്, പക്ഷെ താൻ ഇങ്ങോട്ട് വന്നത് സുഭാഷ് ചേട്ടൻ്റെ കല്യാണം നടത്താൻ വേണ്ടിയിട്ടാണോ? വരുമ്പോൾ എന്തൊക്കെ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു തനിക്ക്, അതൊക്കെ ഇപ്പം മറന്നു പോയോ എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയുടെ ആഗ്രഹങ്ങളൊക്കെ ഓരോന്നോരോന്നായിട്ട് പറയുന്നു കേട്ടോ. നിധിയാണെങ്കിൽ പറയുന്നുണ്ട്, അതൊന്നും എന്നെ സുധീഷ് ഓർമ്മപ്പെടുത്തേണ്ട ആവശ്യമില്ല, എല്ലാം എനിക്ക് ഓർമ്മയുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ പിന്നെ നീ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, ഒരിക്കലും നടക്കാത്ത ഈ കാര്യത്തിലൊന്നും ഇടപെടല്ലേ, നമ്മളെ മെനക്കെട് വെറുതെ ആയിരിക്കും, കാര്യം എങ്ങാനും നടക്കുമില്ല, അതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പം നീ നിൻ്റെ കാര്യങ്ങളും സ്വപ്നങ്ങൾ നടത്താനുള്ള കാര്യങ്ങൾ ചെയ്യുക, അല്ലാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇടപെട്ട് നീ നിൻ്റെ ജീവിതവും തൊലയ്ക്കല്ലേ. മറ്റാരേക്കാളും നിൻ്റെ പ്രതീക്ഷകളും അതുപോലെ തന്നെ നിൻ്റെ സ്വപ്നങ്ങളൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. നിൻ്റെ സ്വപ്നങ്ങൾ നിറവേറുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞാനും നിൻ്റെ കൂടെ കൂടിയത്, അപ്പം അതൊന്നും ഞാൻ മറക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ സുധീഷ് ഇങ്ങനെ നിധിയുടെ കാര്യത്തിൽ കൂടുതൽ സ്വാതന്ത്ര്യം എടുത്തിട്ട് പറയുന്നുണ്ട്. നിധിയുടെ മുഖത്ത് നല്ല ചിരിയൊക്കെ ഉണ്ട് കേട്ടോ, സുധീഷ് പറയുന്നത് ഉൾക്കൊള്ളാനും. അതുപോലെ തന്നെ സുധീഷിൻ്റെ വാക്കുകൾ നിധിക്ക് ഈ സമയത്ത് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. സുധീഷ് എന്തായാലും ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നുണ്ടല്ലോ തന്നെക്കുറിച്ച് എന്ന് ആലോചിച്ചിട്ട് നിധിക്ക് സുധീഷിനോട് ഒരു മതിപ്പ് തോന്നുന്നുണ്ട് കേട്ടോ ആ സമയത്ത്. അങ്ങനെ അവളെ ശരി എന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോവുകയാണ്. എന്തായാലും സുധീഷിൻ്റെ മനസ്സിൽ ഇപ്പോൾ ഒരു ലഡു പൊട്ടിയിട്ടുണ്ട്. ഈ സംഗതി ഏറ്റെന്ന് പറയുന്നുണ്ട്. സുധീഷ് എന്തായാലും ഒരു കൈ നോക്കിയതാണ് ഇങ്ങനെയൊക്കെ സംസാരിച്ചാലെങ്കിലും നിധിയുടെ മനസ്സിലൊരു ഇടം കിട്ടട്ടെ എന്ന് വിചാരിച്ച്. എന്തായാലും ആത്മാർത്ഥമായിട്ടുള്ള സ്നേഹവും സുധീഷിന് നിധിയോടുണ്ട് കേട്ടോ. അപ്പം എന്തായാലും ഇവരുടെ പ്രണയം പൂവിടുമോ മൊട്ടിടുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. അപ്പം എല്ലാം നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. ഈ സുഭാഷ് ചേട്ടൻ്റെ വിവാഹം മറ്റൊന്ന് നടത്താനുള്ള പ്ലാനിങ് ഉണ്ട്, അതിൻ്റെ കാര്യത്തിൽ എന്താവും എന്തോന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് എൻ്റെ ചാനൽ ഫോളോ ചെയ്യുക. ബൈ.